അന്ന് രാത്രി ഏകദേശം ഒരു 9:30 ടൈം ആയിട്ടുണ്ടാവും. രാകേഷ് എന്ന് പറയുന്ന 50 വയസ്സുള്ള ഒരാൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തൻ്റെ വീട് ലക്ഷ്യമാക്കി നടന്നു പോവുകയായിരുന്നു. രാകേഷിൻ്റെ വീട് UP ഷാമിലിയിലെ ദയാനന്ദ് നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു. അപ്പോൾ ഗാസിയാബാദിൽ ഒരു കോളേജിൽ ലാബ് അസിസ്റ്റൻ്റ് ആയിട്ടായിരുന്നു ആൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഡെയിലി ഇവിടെ നിന്ന് ട്രെയിൻ അങ്ങോട്ട് പോകും, അവിടെ നിന്ന് ട്രെയിൻ തിരിച്ച് ഇങ്ങോട്ട് വരും. അതിനുശേഷം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടന്നാണ് ആൾ വീട്ടിൽ പോകാറ്. ഏകദേശം 1 കിലോമീറ്റർ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആളുടെ വീട്ടിലോട്ട്. അപ്പോൾ ഒരു 9:30 ആകുമ്പോൾ ആൾ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും വീട്ടിലെത്തുമ്പോൾ ഏകദേശം ഒരു 10:30 ആവും. കാരണം ആ പോകുന്ന വഴിയിലൊക്കെ ആളുടെ പരിചയക്കാരും മറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരോടും സംസാരിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ച് പതുക്കെ നടന്നാണ് ആൾ ഡെയിലി വീട്ടിലെത്താറുള്ളത്. കൃഷ്ണ എന്നായിരുന്നു രാകേഷിൻ്റെ വൈഫിൻ്റെ പേര്. ഇവർക്ക് 3 മക്കളായിരുന്നു, 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും. വിശാൽ എന്നായിരുന്നു ആൺകുട്ടിയുടെ പേര്. വൈഷ്ണവി അതേപോലെ തന്നെ വൈശാലി എന്നായിരുന്നു 2 പെൺകുട്ടികളുടെ പേര്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് ആയിരുന്നു രാകേഷ് നയിച്ചിരുന്നത്. അന്ന് കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ 7, 2018. എന്നത്തെയും പോലെ ജോലി കഴിഞ്ഞ് ആൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി അവിടെ നിന്ന് ആൾ തിരിച്ച് നടന്ന് വീട്ടിലോട്ട് പോകുമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു പലചരക്കട ഉണ്ട്, ശൈലേന്ദ്ര എന്നാണ് കട നടത്തുന്ന ആളുടെ പേര്. ഇയാളുടെ സുഹൃത്തു കൂടിയാണ്. അങ്ങനെ ആളുടെ അടുത്ത് എന്താ പറയുക സംസാരിച്ചിട്ട് നൈസായിട്ട് ആളിങ്ങനെ നടന്ന് പോവുകയായിരുന്നു. അപ്പോൾ ഇയാളിങ്ങനെ പോയി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്തോ ഒരു വെടിയൊച്ച കേൾക്കുകയാണ് ഈ ശൈലേന്ദ്ര. ഒച്ച കേട്ട് ആൾ ഉടനെ തന്നെ കടയിൽ നിന്ന് പുറത്തോട്ടിറങ്ങി ഈ എന്താ പറയുക രാകേഷ് നടന്ന ഡയറക്ഷനിലോട്ട് ഓടിച്ചെന്ന് നോക്കുകയായിരുന്നു. അപ്പോൾ അതിഭീകരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു ആൾ കണ്ടത്. തലക്ക് വെടിയേറ്റ് നിലത്ത് കിടക്കുന്ന രാകേഷിനായിരുന്നു ആൾ കണ്ടത്. ഉടനെ തന്നെ ആൾ ഒച്ച വെക്കുകയാണ്. നാട്ടുകാരെല്ലാവരും കൂടി അവിടെ ഉണ്ടായിരുന്ന ഒരു ലോറിയിൽ ഉടനെ തന്നെ ആളെ കയറ്റി നേരെ ആശുപത്രിയിലോട്ട് എത്തിക്കുകയും ചെയ്തു. എന്നാൽ ആശുപത്രിയിൽ ആളെ പരിശോധിച്ച ഡോക്ടേഴ്സ് പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് എത്തുന്നതിന് മുൻപ് തന്നെ ആൾ മരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു. ഈ ശൈലേന്ദ്ര ഉടനെ തന്നെ ആളുടെ വീട്ടുകാരെ വിവരം അറിയിക്കുകയാണ്. അതേപോലെ തന്നെ വിവരം അറിഞ്ഞ പോലീസുകാരും അങ്ങോട്ട് എത്തുകയാണ്. പോലീസുകാർ നോക്കുമ്പോൾ ഈ ശൈലേന്ദ്ര എന്ന് പറയുന്ന ആൾ ഈ ഒരു സൗണ്ട് കേട്ടിട്ട് ഓടിച്ചെന്നപ്പോഴാണ് ഈ ആൾ കിടക്കുന്നത് കണ്ടിട്ടുള്ളത്. സോ ഇയാൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവുന്നായിരുന്നു പോലീസ് ആദ്യം കരുതിയത്. എന്നാൽ ശൈലേന്ദ്രയെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് പോലീസിന് ആ ഒരു കാര്യം മനസ്സിലായത്. ഈ സൗണ്ട് കേൾക്കുന്ന ടൈമിൽ ആൾ കടയുടെ അകത്തായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് സൗണ്ട് മാത്രമേ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ആര് എങ്ങനെ എവിടെ നിന്നാണ് ഈ ഒരു വെടിയുതിർത്തത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഈ ശൈലേന്ദ്രയ്ക്ക് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സാധാരണ ഒരു നോർമൽ ലൈഫ് നയിക്കുന്ന ഒരാൾ ഒരു ലാബ് അസിസ്റ്റൻ്റ് ആയിട്ടാണ് ആൾ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരാളെ തോക്കൊക്കെ ഉപയോഗിച്ച് ആരാണ് കൊലപ്പെടുത്തിയത്? എന്തായിരുന്നു ആളുടെ കൊലപാതകത്തിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണം? പോലീസുകാർ എത്തരത്തിലാണ് ഈ ഒരു കേസ് അന്വേഷിച്ചത്? ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസിൻ ദിസ് സൈഡ്. അങ്ങനെ പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുകയാണ്. അവർ നേരെ ക്രൈം സീനിലോട്ടെത്തി അവിടെ പരിശോധന നടത്തി. എന്നാൽ ഒരു ലീഡും അവിടെ നിന്ന് പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അടുത്തതായിട്ട് പോലീസുകാർ ചിന്തിച്ചത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇയാളുടെ വല്ല ശത്രുക്കളായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്തതെന്നുള്ളതാണ്. അങ്ങനെ ആളുടെ വീട്ടുകാരുടെ അടുത്തും മറ്റുമൊക്കെ ഇയാളുടെ ശത്രുക്കളെ കുറിച്ച് ഇങ്ങനെയായിട്ട് പോലീസുകാർ ചോദിക്കുകയാണ്. അപ്പോൾ ആളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, ആളുടെ അനിയനായിക്കോട്ടെ, നൈബേഴ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എല്ലാവരും പറഞ്ഞിരുന്ന ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ശത്രുക്കളൊന്നുമുള്ള ഒരാളല്ല ഈ ഒരു രാകേഷ്. എല്ലാവരുടെ അടുത്തും നല്ല രീതിയിലായിരുന്നു പെരുമാറിയിരുന്നത്. കൊല്ലാനും മാത്രം വൈരാഗ്യമുള്ള ആരും തന്നെ എന്താ ഇല്ല ആളുടെ ഒരു ലൈഫിൽ എന്നുള്ളതായിരുന്നു ആളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകളും പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ പോലീസിൻ്റെ അടുത്ത് രാകേഷിൻ്റെ അനിയൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ രാകേഷിന് ചിട്ടിയുടെ പരിപാടി ഉണ്ട്. ആളുടെ റിലേറ്റീവ്സിൻ്റെ അടുത്തു നിന്നും അതേപോലെ തന്നെ കൊളീഗ്സിൻ്റെ അടുത്തു നിന്നും ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നൊക്കെ ഫണ്ട് പിരിച്ചെങ്കിയിട്ട് ആൾ ചിട്ടി നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും ആളുടെ ബാഗിൽ അത്യാവശ്യം ക്യാഷും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ക്യാഷ് ലക്ഷ്യമിട്ടിട്ട് ആരെങ്കിലും അയാളെ എന്താ പറയുക കൊന്നതായിരിക്കാം എന്നുള്ളൊരു സംശയം ഈ ഒരു അനിയൻ പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ പോലീസുകാർ നേരെ അതിനെക്കുറിച്ചിട്ട് അന്വേഷിച്ചപ്പോഴാണ് അവർക്ക് മറ്റൊരു കാര്യം മനസ്സിലായത്. അതായത് ഈ ഒരു ശൈലേന്ദ്ര എന്ന് പറയുന്ന ആൾ ഈ രാകേഷിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഈ ബാഗും കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ബാഗ് ആളുടെ അടുത്ത് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. ആ ബാഗിൽ നിന്ന് പണമോ കാര്യങ്ങളോ ഒന്നും തന്നെ പോയിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഒരു ഗോൾഡ് റിംഗ് ആളുടെ കയ്യിലുണ്ടായിരുന്നു. അതും ആരും തന്നെ ഊരിയെടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ ഒരു മോഷണത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല അയാളെ കൊലപ്പെടുത്തിയതെന്ന് പോലീസിന് മനസ്സിലാവുകയാണ്. അയാളോട് എന്തോ പകയുള്ള ആരോ ആണ് ഇത്തരത്തിലുള്ളൊരു കൃത്യം ചെയ്തത്. അതേപോലെ തന്നെ ഓട്ടോപ്സി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന കാര്യവും ഈ നാടൻ തോക്കുകൊണ്ട് വെടിയേറ്റിട്ടാണ് ആൾ മരിച്ചതെന്നുള്ളതായിരുന്നു. അതായത് ഒരു ലീഡ് പോലീസിന് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ടീം ഫോം ചെയ്യാണ്. ഈ ഒരു ടീമിൽ ഒരു ക്രൈം ബ്രാഞ്ച് ഉദ്യോഗസ്ഥന് കൂടിയിട്ടുണ്ടായിരുന്നു ഇവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർ നോക്കുമ്പോൾ ഇയാൾ നടന്നു പോയ വഴിയിൽ ഒരു 7-8 CCTV കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ CCTV വിഷ്വൽസ് എല്ലാം അവർ പരിശോധിക്കുകയാണ്. എന്നാൽ
എന്താ പറയുക, അവർക്ക് ഒന്നും തന്നെ അതിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഈ ഒരു ഇൻസിഡൻറ്റ് നടന്ന് 5ാമത്തെ ദിവസം ഈ ഒരു കേസ് അന്വേഷിച്ചിരുന്ന ഇൻസ്പെക്ടർ സ്ഥലം മാറുകയാണ്. അവിനേഷ് ഗൗതം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ആള് വേറൊരു സ്ഥലത്തോട്ട് ട്രാൻസ്ഫർ ആയിട്ട് പോയി ജിതേന്ദ്ര സിംഗ് എന്ന് പറയുന്ന പുതിയൊരു പോലീസ് ഓഫീസർ ഇൻസ്പെക്ടറായിട്ട് ചാർജ് എടുക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഈ ഒരു കേസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ നോക്കുകയാണ്. അപ്പോൾ ഈ CCTV വിഷ്വൽസും കാര്യങ്ങളും വീണ്ടും പരിശോധിക്കാനായിട്ട് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അവർ ആ ഒരു CCTV വിഷ്വൽസ് കൂടുതലായിട്ട് പരിശോധിക്കുകയാണ്. അപ്പോൾ അതിന് മുൻപുള്ള ടൈമിലേതും അതിന് ശേഷമുള്ള ടൈമിലേതും കൂടെ നോക്കാനായിട്ട് ഈ ഒരു ഇൻസ്പെക്ടർ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ പോലീസുകാർ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ദിവസം നടന്ന കാര്യങ്ങളെല്ലാം തന്നെ സമയമെടുത്ത് കയറി നോക്കുകയായിരുന്നു. അപ്പോഴാണ് പോലീസിന് ഒരു ക്ലൂ കിട്ടുന്നത്. ഇയാൾ ഒരു ഇലക്ട്രിക്കൽ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. നേരെ തന്നെ പോലീസുകാർ ആ ഒരു ഇലക്ട്രിക്കൽ ഷോപ്പിലോട്ട് എത്തുകയാണ്. എന്നിട്ട് ആ ഒരു കടക്കാരനെ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ ആൾ പറഞ്ഞു, രാകേഷ് അന്നിവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഒരു 9:30 ടൈമൊക്കെ ആയപ്പോഴായിരുന്നു ഇങ്ങോട്ട് കയറി വന്നത്. അതിനുശേഷം 2 സ്വിച്ച് ചോദിച്ചു, ഞാൻ ആ ഒരു സ്വിച്ച് കൊടുത്തു. അതിനുശേഷം ആൾ ഇവിടെ നിന്ന് പോയി. ആ പോകുന്ന പോക്കിലാണ് ആൾക്ക് വെടിയേറ്റത് എന്നുള്ളൊരു കാര്യവും ഇയാൾ പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. അങ്ങനെ പോലീസുകാർ ആ ഒരു കടയിലെയും മറ്റും CCTVയും കാര്യങ്ങളൊക്കെ എടുത്തിങ്ങേറ്റ് വീണ്ടും പരിശോധിക്കുകയാണ്. അപ്പോഴാണ് സുപ്രധാനമായിട്ടുള്ള ഒരു ക്ലൂ പോലീസിന് ലഭിക്കുന്നത്. അതായത് അവിടുത്തെ CCTV വിഷ്വൽസ് പരിശോധിച്ചപ്പോൾ ഈ ഒരു രാകേഷ് നടന്നു പോകുന്നുണ്ട്. ആളുടെ അടുത്തു കൂടെ 2 പേര് ബൈക്കിന് പോകുന്നുണ്ട്. അതിലൊരാൾ ഇയാളെ അടിക്കാനെന്നുള്ള പോലെ കൈ ഇങ്ങനെ നീട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിഷ്വലായിരുന്നു അതിലുണ്ടായിരുന്നത്. അപ്പോൾ പോലീസുകാർ ആ ഒരു വിഷ്വല് ഈ എന്താ പറയുക ഇലക്ട്രിക്കൽ ഷോപ്പിലുള്ള ആളെ തന്നെ കാണിക്കുകയാണ്. ഇവരറിയുമോ എന്ന് ചോദിച്ചു. ആൾക്ക് ഇവരെക്കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല, അറിയില്ല എന്ന് പറഞ്ഞു. അടുത്തതായിട്ട് പോലീസുകാർ ഈ ഒരു വിഷ്വല് കാണിച്ചത് ശൈലേന്ദ്ര എന്ന് പറയുന്ന പലചരക്കടക്കാരനാണ്. അപ്പോൾ ആൾ ആ ഒരു വിഷ്വല് കണ്ടിട്ട് അത് ക്ലിയർ ആയിരുന്നില്ല, രാത്രിക്കാലത്തെ വിഷ്വലായിരുന്നു. എന്നാൽ ആൾ പറയാണ്, എവിടെയോ കണ്ട പോലെ ഉണ്ട്, എന്നാലും എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല എന്ന് ആൾ പോലീസിൻ്റെ അടുത്ത് പറയണം. അപ്പോൾ പോലീസുകാർ പറഞ്ഞു, ഓക്കെ, നീ എന്തായാലും ആലോചിച്ചിട്ട് നാളെ എന്തെങ്കിലും ഓർമ്മ വരാന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ ഒരു രാകേഷിൻ്റെ വീട്ടുകാരുടെ അടുത്ത് കാണിക്കുകയാണ് ഈ ഒരു വിഷ്വല്. അപ്പോൾ ആളുടെ മകനായിട്ടുള്ള വിശാൽ പറഞ്ഞു, ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, എന്നാൽ ഓർമ്മ വരണില്ല. പ്രത്യേകിച്ച് ഒരു ബൈക്ക് എനിക്ക് എവിടെയോ നല്ല കണ്ടുപരിചയമുണ്ട്, എന്നാൽ എന്താണെന്നുള്ളത് എനിക്ക് ഓർമ്മ വരണില്ല എന്ന് പോലീസുകാരുടെ അടുത്ത് പറയാണ്. ശൈലേന്ദ്രയുടെ അടുത്ത് പോലീസുകാർ പറഞ്ഞ അതേ കാര്യം ഈ ഒരു വിശാൽ എന്ന് പറയുന്ന പയ്യൻ്റെ അടുത്തും പറയാണ്. ആലോചിക്ക്, എന്തെങ്കിലും ഒരു ഓർമ്മ വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പറയാനായിട്ട് പറയുകയാണ്. അപ്പോൾ ശൈലേന്ദ്ര ആയിക്കോട്ടെ ഈ പയ്യനായിക്കോട്ടെ ഇതിനെക്കുറിച്ച് തന്നെ ആലോചിക്കായിരുന്നു. അപ്പോഴാണ് ശൈലേന്ദ്രക്ക് രാത്രി ഒരു കാര്യം ക്ലിക്കാവുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ബൈക്കിൽ ആ 2 പയ്യന്മാരിൽ ഒരു പയ്യൻ ആ മാർക്കറ്റിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് ഇയാൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം പറയാനായിട്ട് പിറ്റേ ദിവസം ആൾ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയാണ്. അപ്പോഴേതിനും ഈ ഒരു വിശാൽ എന്ന് പറയുന്ന പയ്യൻ വലിയൊരു ക്ലൂ പോലീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പോലീസുകാർ തലേ ദിവസം രാകേഷിന്റെ വീട്ടുകാർ ഈ CCTV വിഷ്വൽസ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആളുടെ വൈഫായിക്കോട്ടെ മകളായിക്കോട്ടെ എല്ലാവരും അറിയില്ല എന്നാണ് പറഞ്ഞത്. ഈ പയ്യൻ മാത്രമാണ് എവിടെയോ കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ പയ്യന് പിന്നെ രാത്രിയൊക്കെയാണ് ഓർമ്മ വന്നത് ആ ബൈക്ക് ആരുടേതാണെന്നുള്ളത്. ആളുടെ സഹോദരിയുടെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ഒരു പയ്യൻ്റെതായിരുന്നു ആ ബൈക്ക്. ആ പയ്യൻ ഇടക്കിടക്ക് വീട്ടിലോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ വരാറുണ്ട്. അങ്ങനെയാണ് ആ പയ്യനെ ആ ബൈക്കിനെയും ഈ ആൾക്ക് പരിചയമുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ഈ പയ്യൻ നേരെ പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. ഈ ശൈലേന്ദ്രയും പോലീസിനോട് പറഞ്ഞത് ഇതൊക്കെ തന്നെയാണ്. ഈ മാർക്കറ്റിലൂടെ ആ പയ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ബൈക്കിന് പോകുന്നത് ആൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു രാകേഷിൻ്റെ വീട്ടിലോട്ട് ഈ പയ്യൻ പോകുന്നതും ഈ ശൈലേന്ദ്ര കണ്ടിട്ടുണ്ട്. അപ്പോൾ പോലീസിന് വീണ്ടും സംശയം കൂടുകയാണ്. അതായത് ആളുടെ മകനും അതേപോലെ തന്നെ ആളുടെ സുഹൃത്തും അതേപോലെ തന്നെ അയൽവാസിയായിട്ടുള്ള ആളും പറഞ്ഞു ഈ പയ്യനെ കണ്ടിട്ടുണ്ടെന്നുള്ളത്. എന്നാൽ ഈ CCTV വിഷ്വൽ കാണിച്ചപ്പോൾ ഇയാളുടെ വൈഫായിക്കോട്ടെ ഈ പയ്യൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ആളുടെ മകളായിക്കോട്ടെ ഈ പയ്യനെ അറിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിലെന്തൊക്കെയോ പന്തികേട് പോലീസിന് ഫീൽ ചെയ്യാണ്. അങ്ങനെ അവരുടെ കോൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ പോലീസുകാർ ചെക്ക് ചെയ്യുകയാണ്. പോലീസുകാർ പരിശോധിച്ചപ്പോൾ വൈഷ്ണവി എന്ന് പറയുന്ന രാകേഷിൻ്റെ മകള് സമീർ എന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ട് സ്ഥിരമായിട്ട് സംസാരിക്കാറുള്ളതായിട്ട് പോലീസുകാർ മനസ്സിലാക്കുകയാണ്. ഈ ഒരു മർഡർ നടന്നിരുന്ന സമയത്ത് വരെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു സമീറിൻ്റെ ഫോൺ ഡീറ്റെയിൽസും കാര്യങ്ങളൂടെ പോലീസുകാർ എടുക്കുകയാണ്. ഈ ഒരു മർഡർ നടന്ന ടൈമിൽ ആ ഒരു ഏരിയയിൽ ഈ പയ്യൻ്റെ ഫോൺ സിഗ്നൽ ഓൺ ആയിരുന്നു. അങ്ങനെ പോലീസുകാർ ഈ ഒരു സമീറിനെ ട്രാക്ക് ചെയ്യാണ്. ഷെരീഫ് എന്നായിരുന്നു ആളുടെ അച്ഛൻ്റെ പേര്. ആളൊരു ഡോക്ടറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ ഒരു സമീർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ MBBSൻ്റെ എൻട്രൻസിന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു പയ്യൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ പോയി അന്വേഷിച്ചപ്പോൾ പയ്യനെ അവിടെ കാണാനുണ്ടായിരുന്നില്ല. അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഇവരുടെ ക്ലിനിക്കും അതേപോലെ തന്നെ വീടൊക്കെ ഉള്ളത്. അങ്ങനെ പോലീസുകാർ ആ ഒരു ഏരിയയിലും കാര്യങ്ങളിലൊക്കെ ഈ ഒരു പയ്യന് വേണ്ടിയിട്ട് തിരച്ചിൽ തുടരുകയും ചെയ്തു. അതേപോലെ തന്നെ ഈ ഒരു പയ്യന് വേണ്ടിയിട്ട് വല വിരിച്ച് അന്വേഷിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് പോലീസിനൊരു ലീഡ് ലഭിക്കുന്നത്. ഒരു ഇൻഫോർമർ പോലീസിനെ വിളിച്ചിട്ട് പറയാണ്, സമീർ ഇവിടെ ഹോട്ടലിലിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്, ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പയ്യനെ പിടികൂടാന്ന് പറഞ്ഞു. നേരെ പോലീസുകാർ മഫ്തിയിൽ അങ്ങോട്ട് എത്തുകയാണ്.
ഈ പയ്യനെ വളഞ്ഞ് പിടികൂടുകയും ചെയ്തു. പിന്നീട് ഈ ഒരു പയ്യനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് പല കാര്യങ്ങളും പുറത്തു വരുന്നത്. ഈ പയ്യൻ ആദ്യം തന്നെ പറഞ്ഞെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താൻ ഒറ്റക്കൽ ഇത്തരത്തിലുള്ള കാര്യം ചെയ്തത് തൻ്റെ കസിനായിട്ടുള്ള ഷതാബാണ് അവരെ വെടിവെച്ചത്. അതേപോലെ തന്നെ ഈ രാകേഷിൻ്റെ മകളായിട്ടുള്ള വൈഷ്ണവി ആയിരുന്നു ഇതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ പ്ലാൻ ചെയ്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. ഉടനെ തന്നെ പോലീസുകാർ ഇയാളുടെ കസിനായിട്ടുള്ള ഷതാബിനെയും അതേപോലെ തന്നെ രാകേഷിൻ്റെ മകളായിട്ടുള്ള വൈഷ്ണവിയെയും കൂടെ കസ്റ്റഡിയിലെടുക്കുകയാണ്. അതേപോലെ തന്നെ വൈഷ്ണവിയുടെ അമ്മയായിട്ടുള്ള കൃഷ്ണയെയും പോലീസുകാർ കസ്റ്റഡിയിലെടുത്തു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സമീറും അതേപോലെ തന്നെ വൈഷ്ണവിയും പരിചയപ്പെടുന്നത് ഒരു 3-4 വർഷങ്ങൾക്ക് മുൻപ് സ്കൂളിൽ വെച്ചിട്ടാണ്. ആ സമയത്താണ് അവർ പരിചയപ്പെടുന്നതും അതിനുശേഷം പ്രണയത്തിലാകുന്നതും. പിന്നീട് ഈ ഒരു പെൺകുട്ടി ഡിഗ്രിക്കും മറ്റുമായിട്ട് പോയി. ഈ പയ്യനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻട്രൻസ് കോച്ചിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോവായിരുന്നു. ഈ സ്കൂളിങ്ങും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷവും ഇവർ സ്ഥിരമായിട്ട് മീറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഇവർ നോക്കുമ്പോൾ വീട്ടിൽ അച്ഛൻ രാവിലെ പോയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ രാത്രി വരുള്ളൂ. അമ്മ വലിയ സീനും കാര്യങ്ങളൊന്നുമില്ല, പിന്നെ അങ്ങനെ വേറെ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പയ്യൻ സ്ഥിരമായിട്ട് ഈ രാകേഷിൻ്റെ വീട്ടിലോട്ട് വരാനായിട്ട് തുടങ്ങുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഒരു പയ്യൻ രാകേഷിൻ്റെ വീട്ടിലോട്ട് വരുന്നത് നൈബേഴ്സും മറ്റുമൊക്കെ നോട്ട് ചെയ്യാണ് അവർ രാകേഷിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. എന്നാൽ ആളിത് വലിയ കാര്യമാക്കിയില്ല. എന്തെങ്കിലും ഫ്രണ്ട്സ് കാണാൻ വരുന്നതായിരിക്കും പിള്ളേരില്ല എന്നുള്ളൊരു മൈൻഡിലായിരുന്നു ആളെടുത്തത്. എന്നാൽ ഞെട്ടിക്കുന്നൊരു കാഴ്ച ആൾ തൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണുകയായിരുന്നു. സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ഒരു ഓയോ ഹോട്ടൽ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഇയാൾ കാണുകയാണ്. അന്നത്തെ ദിവസം വീട്ടിൽ പോയി ഈ വൈഷ്ണവിയെ ആൾ നല്ല രീതിയിൽ ചീത്ത പറയുകയാണ്, അതേപോലെ തന്നെ അടിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഈ ഒരു സമീറിനെ വിളിച്ചും കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ രണ്ടുപേരും 2 ജാതിയാണ്, ഈ ഒരു കല്യാണവും കാര്യങ്ങളും എന്തായാലും നടക്കില്ല, നിങ്ങൾ ഈ ഒരു പ്രണയവും കാര്യങ്ങളൊന്നും കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കേണ്ട, ഇതിവിടെ വെച്ച് നിർത്തിക്കൊള്ളാനായിട്ട് പറയുകയാണ്. എന്നാൽ ഇവർ രണ്ടുപേരും ആ ഒരു പ്രണയം അവസാനിപ്പിക്കാനുള്ള ആ ഒരു മൈൻഡിലും കാര്യങ്ങളിലൊന്നും ആയിരുന്നില്ല. അതോടുകൂടി ആ ഒരു പ്രണയമകൾ ഉപേക്ഷിക്കുന്നായിരുന്നു രാകേഷ് കരുതിയിട്ടുണ്ടായത്. എന്നാൽ വീണ്ടും നാട്ടുകാർ ആ ഒരു പയ്യൻ വീട്ടിൽ വരുന്ന വാർത്ത ഇയാളുടെ അടുത്ത് പറയുകയാണ്. അപ്പോൾ ഇയാൾ വീണ്ടും കോപാകുലനാവുകയാണ്. മദ്യപിച്ച് വന്നിങ്ങായിട്ട് മകളെയും അതേപോലെ തന്നെ അതിന് സപ്പോർട്ട് നിൽക്കുന്ന ഭാര്യയെയും ഇയാൾ നല്ല രീതിയിൽ ഉപദ്രവിക്കുകയായിരുന്നു. അതേപോലെ തന്നെ വീട്ടുകാരും അറിയാതെ ഇയാളൊരു CCTV ക്യാമറ അതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്യുകയും ചെയ്തു, വീട്ടിൽ വരുന്നത് ആരൊക്കെയാണെന്ന് കാണുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ദിവസം ഇയാൾ ഇതേപോലെ തന്നെ ക്യാമറ നോക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കാഴ്ച കാണുകയാണ്. ഈ പയ്യൻ അന്നത്തെ ദിവസം വീട്ടിലോട്ട് വരുന്നുണ്ട്. അന്ന് വൈഷ്ണവി അവിടെ ഇല്ല, കൃഷ്ണ മാത്രമേ ഉള്ളൂ, അതായത് ഇയാളുടെ വൈഫ്. അപ്പോൾ ഈ ഒരു പയ്യൻ വീട്ടിലോട്ട് കയറുന്നുണ്ട്. കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം പുറത്ത് വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇയാൾ കാണുകയാണ്. ഇതൊക്കെ കൂടെ കണ്ടപ്പോൾ ആൾക്ക് ദേഷ്യം കൂടുകയാണ്. അങ്ങനെ ആൾ വീട്ടിലോട്ട് വന്നിട്ട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ആകെ ഫുൾ ഇഷ്യൂ ആണ് ഇവരുടെ ഫാമിലിയിൽ. അങ്ങനെ വീട്ടിൽ സ്ഥിരമായിട്ട് പ്രശ്നമാണ്. ഈ ഒരു വൈഷ്ണവി നോക്കുമ്പോൾ മെയിൻ പ്രശ്നക്കാരൻ അച്ഛനാണ്. അച്ഛനില്ലാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു അച്ഛനില്ലാതാക്കാനായിട്ട് ഈ മകൾ തീരുമാനിക്കുകയാണ്. അതിന് തൻ്റെ കാമുകൻ്റെ സഹായം തേടുകയും ചെയ്തു. എന്നാൽ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു സമീർ പറയാണ്, എനിക്കിതൊന്നും പറ്റില്ല, ഞാൻ അങ്ങനെയുള്ള ഒരാളൊന്നുമല്ല, എനിക്കൊരാളെ കൊല്ലാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഈ ഒരു പെൺകുട്ടി പറഞ്ഞു, അച്ഛനില്ലാതായിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാനായിട്ട് പറ്റില്ല, എന്തായാലും ആൾ നമ്മളുടെ കല്യാണത്തിന് സമ്മതിക്കില്ല. അതേപോലെ തന്നെ ആൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൗണിൽ കുറച്ച് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മളെ പേരിലോട്ട് വരും. അതേപോലെ തന്നെ വേറെയും എന്താ പറയുക കുറച്ച് കാശും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാനായിട്ട് പറ്റും എന്നൊക്കെ പറയുകയാണ്. അവസാനം ഈ ഒരു പയ്യൻ വേറെ നിവൃത്തിയില്ലാതെ സമ്മതിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കൊലപാതകം നടത്താനായിട്ട് എന്നാലും ഈ ഒരു പയ്യനൊരു ധൈര്യം ഇല്ലാത്തത് കൊണ്ട് ഇതിനൊരു ഹെൽപ്പിനൊരാൾ വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് ആ പയ്യൻ്റെ കസിൻ്റെ അടുത്ത് പോവാണ്. അതാണ് ഷതാബ് എന്ന് പറയുന്ന ആ ഒരു പയ്യൻ. ആ ടൈമിൽ ഈ കസിൻ പയ്യന് ഏകദേശം ഒരു 10-17 വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കസിൻ്റെ അടുത്ത് നിന്ന് കയറ്റി പയ്യൻ പറയുകയാണ്, എനിക്ക് അവളില്ലാതെ പറ്റില്ല, ഇതല്ലാതെ വേറൊരു മാർഗ്ഗവും ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. അവസാനം ഈ ഒരു പയ്യൻ സമ്മതിക്കുകയും ചെയ്തു. അതായത് അവിടെ നിന്ന് കിട്ടുന്ന പൈസയുടെയും കാര്യങ്ങളുടെ ഒക്കെ പകുതി ഈ ഒരു ഷതാബ് എന്ന് പറയുന്ന പയ്യന് കൊടുക്കാമെന്നുള്ള കാര്യം ഈ സമീർ ഉറപ്പ് പറയാണ്. അങ്ങനെ ഈ ഒരു ഷതാബ് സഹായിക്കാൻ നിൽക്കുകയാണ്. ഈ പയ്യനാണെന്നുണ്ടെങ്കിൽ കയ്യിലൊക്കെ ടാറ്റു അടിച്ചിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. അപ്പോൾ ഭയങ്കര പ്രണയത്തിലായിരുന്നു. അങ്ങനെയാണ് ഈ പെൺകുട്ടി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഈ ഒരു പയ്യൻ തയ്യാറായതായിട്ട് പറയപ്പെടുന്നത്. ഇതൊക്കെ നടക്കുന്ന ടൈമിൽ ആ പെൺകുട്ടി ഏകദേശം 18 വയസ്സായിരുന്നു പ്രായം. ഈ സമീർ എന്ന് പറയുന്ന പയ്യനും 19 വയസ്സ് 20 വയസ്സിൻ്റെ അടുത്തേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ടൈമിലാണ് ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഇവർ രാകേഷിനെ ഇല്ലാതാക്കാനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു, April 7, 2018. ഇതിനു മുൻപ് തന്നെ ഈ വൈഷ്ണവി എന്ന് പറയുന്ന പെൺകുട്ടി സമീറിൻ്റെ കയ്യിൽ ഒരു ഗണ്ണും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു നാടൻ തോക്ക്, ഇയാളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഗണ്ണ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇയാളെ ഇവർ വകവരുത്തിയത്. അങ്ങനെ വൈഷ്ണവി കൊടുത്ത ഗണ്ണുമായിട്ട് ഇവർ ഇയാൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇയാൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. ആൾ ഇതേപോലെ തന്നെ സംസാരിച്ച് നടക്കുന്നുണ്ട്. ഇവർ കറക്റ്റായിട്ട് നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ അയാൾ എന്താ പറയുക, ഒരു ഇലക്ട്രിക്കൽ ഷോപ്പിലേക്ക് കയറുന്നതിന് മുൻപ്
ഇയാളെ വെടിവെക്കാനായിട്ടൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ടൈമിൽ നടന്നില്ല. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ടൈമിൽ നടന്നില്ല. എന്നാൽ അതിനുശേഷം ഇയാൾ അവിടെ നിന്ന് സ്വിച്ചും കാര്യങ്ങളൊക്കെ വാങ്ങി പിന്നെ നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ കുറച്ച് ഇരുട്ടുള്ളൊരു ഏരിയ ഉണ്ടായിരുന്നു. ആ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് ഇവർ നേരെ ഇയാളുടെ അടുത്തൂടെ പോകുന്നതും അയാളെ വെടിവെച്ച് കൊലപ്പെടുത്തുന്നതും. ഇവർ പ്ലാൻ ചെയ്ത കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു മോഷണം കൂടിയാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ആളുടെ കയ്യിലുള്ള റിങ്ങും കൊടുക്കണം, അതേപോലെ തന്നെ ആളുടെ ബാഗിലുള്ള പണം എടുക്കണം എന്നുള്ള കാര്യമായിരുന്നു. എന്നാൽ ഈ ഒരു വെടിവെച്ചൊക്കെ കേട്ട് ശൈലേന്ദ്ര അവിടെ നിന്ന് ഓടി വരുന്നു, ആൾക്കാർ ഓടി വരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊന്നും ചെയ്യാനായിട്ട് അവർക്ക് പറ്റിയില്ല. അവിടെ നിന്ന് അവർ പെട്ടെന്ന് തന്നെ എസ്കേപ്പ് ആവുകയായിരുന്നു. ഇതെല്ലാം തന്നെ ലൈവായിട്ട് വൈഷ്ണവി അറിയുന്നുണ്ടായിരുന്നു. പിന്നെ പോലീസുകാർ നോട്ട് ചെയ്ത മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനെ തീരെ വിളിക്കാത്ത വൈഷ്ണവി അന്നത്തെ ദിവസം 3 തവണ അച്ഛനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി വിളിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അച്ഛൻ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചു, കറക്റ്റ് കാര്യങ്ങളും ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഫുഡിന് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അതേപോലെ തന്നെ പിന്നെ 3ാമത് വിളിച്ചപ്പോൾ ഒരു കാരണം വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് പെൺകുട്ടി പറഞ്ഞത് വീട്ടിലത്തെ 2 സ്വിച്ച് കംപ്ലൈൻ്റ് ആണ്, അപ്പോൾ അച്ഛൻ വരുമ്പോൾ സ്വിച്ച് വാങ്ങിയിട്ട് വരണം എന്നുള്ളൊരു കാര്യം പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ തൻ്റെ കാമുകനും ആളുടെ കസിനും ഈ പെൺകുട്ടി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തൊക്കെയാണെങ്കിലും ഇവർ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ആ ഒരു കൊലപാതകം എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ഗണ്ണ് വൈഷ്ണവിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാകേഷ് വീട്ടിൽ വാങ്ങി സൂക്ഷിച്ച ഒരു നാടൻ തോക്കായിരുന്നു. ഇല്ലീഗലായിട്ട് വാങ്ങി വെച്ചതായിരുന്നു. ഇയാൾക്ക് ചിട്ടിയുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആളുടെ വീട്ടിൽ അത്യാവശ്യം കാശും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ആളുടെ ഒരു പ്രൊട്ടക്ഷനും മറ്റുമൊക്കെ വേണ്ടിയിട്ടായിരുന്നു ആൾ അത്തരത്തിലുള്ളൊരു നാടൻ തുപ്പാക്കി വാങ്ങിയിട്ട് എന്താ പറയുക സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ഇല്ലീഗൽ ഗണ്ണാണ് വൈഷ്ണവി നേരെ സമീറിന് കൊടുക്കുന്നതും ആ തോക്ക് തന്നെയാണ് ആളുടെ മരണത്തിന് കാരണമാകുന്നതും. അങ്ങനെ അവസാനം പോലീസുകാർ ഒരു കേസ് തെളിയിക്കുകയാണ്. ഇവരെല്ലാവരും അകത്താവുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.